യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഫണ്ട് തട്ടിപ്പ് കേസിൽ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. UNA ദേശീയ പ്രസിഡന്റായിരുന്ന ജാസ്മിൻ ഷായുടെ 1.44 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. ജാസ്മിൻ ഷാ, ഭാര്യ ഷപ്ന, മറ്റ് ഭാരവാഹികൾ എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, നമുക്കറിയാം ഈ നഴ്സുമാരുടെയൊക്കെ വലിയ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് നഴ്സുമാരുടെ സമരത്തിന് ഒഴുകിയെത്തിയ ഫണ്ടാണ് ഇങ്ങനെ വകമാറ്റിയത്. അതാണ് ED ഇപ്പോൾ കണ്ടുകെട്ടുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റു വിവരങ്ങൾ? നീലിമ, 2017-2019 കാലത്ത് വലിയ തോതിൽ സമരങ്ങൾ, ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നേഴ്സസ് യൂണിയൻ നടത്തിയിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഫണ്ട് പല തരത്തിലായി എത്തിയിരുന്നു യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്. ഈ ഫണ്ടാണ് വകമാറ്റി ചെലവഴിച്ച് സ്വന്തം ആവശ്യങ്ങൾക്കായി പ്രതികൾ വകമാറ്റി എന്നാണ് കണ്ടെത്തിയത്. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നീട് വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയായിരുന്നു. ഈ ആളുകൾക്കെല്ലാം തന്നെ പലതരത്തിലുള്ള ലോണുകൾ ഉണ്ടായിരുന്നു. വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോണുകൾ അടക്കം ലോണുകൾ ഉണ്ടായിരുന്നു. ആ ലോണുകൾ അടക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം വകമാറ്റിയത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ ആളുകളുടെ 1.44 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. നേഴ്സസ് അസോസിയേഷന്റെ ഭാരവാഹിയായിരുന്ന, ഇപ്പോഴും നേഴ്സസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ജാസ്മിൻ ഷാ, ഭാര്യ ഷപ്ന, മറ്റ് ഭാരവാഹികൾ 4 ഭാരവാഹികൾ എന്നിവർക്ക് എതിരെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തതും തുടർ നടപടികളുടെ ഭാഗമായി സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഓക്കെ ജിജീഷ്.